ഫ്രണ്ട്സ്, എന്റെ പുതിയ വർഷം 2025 ജനുവരി 1 എല്ലാവർക്കും സ്വാഗതം. പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും MR9 വേൾഡ് സ്വാഗതമാണ്. ഇന്ന് പുതിയ വർഷം എന്താക്കുന്നതെന്ന് അറിയല്ലേ? പുതിയ വർഷം ഞാൻ ഇന്ന് പുതിയ വർഷം ആക്കുന്നത് എന്താ വെച്ചെങ്കില്, സൗത്ത് ഓഫ് സ്കൂളും കഴിഞ്ഞിട്ട് സൗത്ത് ഓഫ് സ്കൂള് റെയില് കഴിഞ്ഞിട്ട് അപ്പുറം ഒരു റെസ്റ്റോറന്റ്. ആ റെസ്റ്റോറന്റ് പേരെന്ത് മനസ്സിലാവല്ലോ? വെൽക്കം ടു ഹൊറീസ്. വെൽക്കം ടു ഹൊറീസ്. ഇന്ന് ഹൊറീസിൽ പോയിട്ടാണ് ആഘോഷം. ഇന്ന് ഈ പുതിയ വർഷം നമുക്ക് നേരെ ഇനി ഹൊറീസിൽ പോയിട്ട് കാണാം. ബൈ. ഹൊറീസിൽ പോയിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്നതാണ് സൗത്ത് ഓഫ് സ്കൂൾ റോഡ് ഇട്ടാ. ഈ കാണുന്നത് സൗത്ത് ഓഫ് സ്കൂൾ ബൈ. കുറച്ചും കൂടി അപ്പുറം പോയെങ്കിലാണ് സൗത്ത് പാലം കാണില്ല കേട്ടാ. സൗത്ത് പാലത്തുമ്പോൾ നമുക്ക് കാണാം. ഇനി സൗത്ത് ഫുൾ കാണാം, ആ റെയിലും കാണാം. എന്നിട്ട് മതി നമുക്ക് ഹൊറീസിൽ പോയിട്ട് ആഘോഷിക്കാൻ. ഈ ഹാപ്പി ന്യൂ ഇയർ ജനുവരി 1. ഹാപ്പി ന്യൂ ഇയർ. ഈ കാണുന്ന ഞാൻ സൗത്ത് പാലം. നമുക്കെല്ലാവർക്കും അറിയാം കാസർഗോഡ് ജില്ല. ഈ കാണുന്ന ഞാൻ സൗത്ത് പാലം കേട്ടാ. ഇത് ഇവിടെ ഇപ്പോൾ വെള്ളം ആറി. വേനൽക്കാലാകുമ്പോൾ ഇത് വെള്ളം ആറി പിടിക്കും. വേനൽക്കാലാകുമ്പോൾ ഈ പാലം വെള്ളം ആറിന്. ഇനി വേനൽക്കാലാവും. ഇനി 2 മാസം കഴിഞ്ഞാൽ വേനൽക്കാലം വരാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം പോയിട്ടുണ്ടാവും. 2 മാസം കഴിഞ്ഞാൽ വേനൽക്കാലം. ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്കും ഇനി ഈ വെള്ളമെല്ലാം ആറിലേക്കും. ഇപ്പോഴും കുറച്ചറിയും. മാർച്ച് നമുക്ക് ഫുള്ളും വെള്ളാറും വേനൽക്കാലത്ത്. ഞാൻ ശരിക്കും ഹൊറീസിൽ പോകുന്ന പ്ലാനാണ് ഉള്ളത്. പക്ഷെ ഇത് പരിചയപ്പെടാലോ നമുക്ക്, കാണിച്ചു തന്നിട്ട് എന്നല്ലോ. പിന്നെ ആ കാണുന്ന ഞാൻ റെയിൽപാലം, സൗത്ത് റെയിൽ പാലം ആ കാണുന്നത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സൗത്ത് ഫുൾ കാണാം. ഒരു നേരം കാണുന്നില്ല, ക്ലിയർ ആയിട്ട് കാണാം. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ. പിന്നെ ഈ കാണുന്ന ഞാൻ സൗത്ത് ഓഫ് സ്കൂള് പിള്ളേരെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. ഇതേടാ പിള്ളമാരെ സൈക്കിളെല്ലാം കണ്ടോ? സൗത്ത് ഓഫ് സ്കൂള് പിള്ളമാരെയും കാണുന്നുണ്ട് സൗത്ത് ഓഫ് സ്കൂള്. ഈ കാണുന്ന ഞാൻ സൗത്ത് ഓഫ് സ്കൂള്. ഇതുവരെ അറിയില്ല. ഞാൻ പഠിച്ച സ്കൂളാണ്. 5 വരെ 10 വരെ പഠിച്ച സ്കൂളാണ് ഞാൻ സൗത്ത്. 5 വരെ 10 വരെ പഠിച്ച സൗത്ത്. കാരണം സൗത്ത് സ്കൂള് 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. കാണും ഇതാണ്. പുള്ളമാരെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മതിലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഹൊറീസിൽ പോയിട്ട് ആവശ്യിക്കാം. അത് അവിടെ പുള്ളമാരെ കണ്ട അങ്ങനെ ഉണ്ട് പുള്ളമാർ. ഇനി ഈ റെയിലിൽ കുടിച്ച കഥ പറയട്ടാ. റെയിൽ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചർ. അറിയുക ഡേഞ്ചറാണ് ഈ റെയിൽ ഡേഞ്ചർ വെച്ചാൽ ഡേഞ്ചർ. അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു സൗത്ത് ഫുൾ കാണുമ്പോൾ. ആ ഡേഞ്ചർ എപ്പോൾ എങ്ങനെ കാണുമ്പോൾ പറയാം. ട്രെയിൻ വരുന്ന സമയത്ത് ഒരിക്കലും ഈ ഭാഗത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഏടുന്നായാലും ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരിക്കലും നിന്നൂടാ. നിന്നാൽ എന്താണെന്നറിയല്ലേ? ഫുള്ളും അപകടമല്ല, ജീവൻ പോവും. ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരിക്കലും നിന്നുക. ഇനി വേറെ എന്താ വെച്ചെങ്കിൽ വെറുതെ റെയിൽ കിടക്കാൻ, റെയിൽ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നെങ്കിൽ, അങ്ങോട്ടേക്ക് മുറിച്ച് കിടക്കുന്നെങ്കിൽ റെയിൽ 2 ഭാഗത്തിൽ ട്രെയിൻ വരുന്നുണ്ടോ നോക്കണം. 2 ഭാഗത്തിന് ട്രെയിൻ വരുന്നുണ്ടോ നോക്കിയിട്ടാണ്. ട്രെയിൻ വരുന്നില്ലെങ്കിൽ വേഗം അപ്പുറത്തേക്ക് കിടക്കണം. ഇനി ട്രാക്കിൽ ഒരിക്കലും ഏത് സമയത്തായ ട്രാക്കിൽ ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇതാണ് ഒരു അപകടം കേട്ടോ. ട്രാക്കിൽ കളിക്കാൻ പാടില്ല. ഈ അപകടം മനസ്സിലായ? 2 ഭാഗത്തിന് ട്രെയിൻ വരുന്നു നോക്കണം. എന്നിട്ട് വേണം കിടക്കാൻ. ട്രെയിൻ വരുന്നില്ലെങ്കിൽ വേണം കിടക്കാൻ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, ട്രെയിൻ പോയിട്ട് കിടക്കുക. പിന്നെ ഒരു ട്രെയിൻ പോയിട്ട് കിടന്ന മാത്രം പറ. അപ്പുറത്തെ ഭാഗത്തും ട്രെയിൻ വരുന്ന നോക്കണം. 2 ഭാഗത്തിന് ഒരേ സമയത്ത് 2 ഭാഗത്തിന് ട്രെയിൻ വന്നാൽ കിടക്കാൻ അവിടെ നിൽക്കുക. 2 ഭാഗത്തിന് ട്രെയിൻ പോയിട്ട് വേണം കിടക്കാൻ. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ഈ ഭാഗത്ത് നോക്കണം ട്രെയിൻ വരുന്നതുകൊണ്ട്. എന്നിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തിന് നോക്കാൻ കല. ഇന്നൊരിക്കലും ട്രെയിൻ അപകടം ആണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ റെയിലിൽ ആരും കളിക്കാൻ പാടില്ല. അപകടം പിടിക്കുന്ന സാധനം, വേഗം ജീവൻ ഒരു സാധനം റെയിൽ. അതുകൊണ്ട് റെയിലിലിട്ട് ആരും കളിക്കാൻ പാടില്ല.
രണ്ട് ഭാഗത്തും ട്രെയിൻ വരുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരാം, റെയിൽ ക്രോസ് ചെയ്തിട്ട്. ഇതായിട്ട് പിള്ളമാരല്ല. ഇനി നമുക്ക് നേരെ ഒറീസിൽ വിട്ടാലോ? മതി, ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് സൗത്ത് ഉപ്പിലെ കാഴ്ചയെല്ലാം കണ്ട് നമുക്ക് നേരെ ഒറീസ് കാണുന്ന നിൽക്കൂട്ടാ. ബൈ ബൈ. ഒരു കാര്യം വിട്ടോയിട്ടാ, ട്രാക്ക് ഡേഞ്ചറാന്ന് ചിലക്ക് മനസ്സിലായില്ല. റെയിൽവേ ട്രാക്ക് ഡേഞ്ചറാണെന്ന്, അതുകൊണ്ടാണ് മാ പറഞ്ഞത്. അവിടെ ഒരിക്കലും റെയിലിട്ട് കളിക്കാനേ പാടില്ല. റെയിലില്ല സ്ഥലത്ത് ട്രെയിനിൻ്റെ ഇത്. ആ ഞാനെന്നിട്ട് വായ് പ്ലസ് 1 പഠിക്കുന്ന പിള്ളേരാണത് നമുക്കാണ്. ട്രാക്ക് ഡേഞ്ചർ നമ്മൾ ശ്രദ്ധിച്ചില്ല ഒരിക്കലും ഇട്ടാ. ഒരാളും അങ്ങനെ ട്രാക്കിൽ വന്നിട്ട് കളിക്കാൻ പാടില്ല. ട്രെയിൻ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പനി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിൻ കുത്തിയാൽ. അതുകൊണ്ട് ട്രാക്കിൽ റെയിലിൻ്റെ അടുത്ത് ഒരിക്കലും കളിക്കട്ട. ട്രെയിൻ വരുന്ന സമയത്ത് റെയിലിൽ നിൽക്കുന്നൂടാ. പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അങ്ങനെ ആക്കണ്ട ആരും കേട്ടാ. ട്രെയിൻ അത്ര നല്ലല്ല. റെയിലൂടെ ആര് കളിച്ചൂടെ ഒരിക്കലും. റെയിലാണ് അപകടം പിടിക്കുന്നതാണ്, നല്ല ഡേഞ്ചർ. രണ്ട് ഭാഗത്തും ട്രെയിൻ വരുന്നില്ലെങ്കിൽ മാത്രം അപ്പുറത്തൊക്കെ കിടക്കണം, അല്ലാത്ത സമയത്ത് അവിടെ നിൽക്കണം. പിന്നെ ഒരേ സമയത്ത് 2 ട്രെയിൻ വരും, അതും പിന്നെ ഒരിക്കലും അതും ഡേഞ്ചറാണ്. ഒരേ സമയത്ത് 2 ട്രെയിൻ വരില്ലുണ്ട്, അതും നല്ല ഡേഞ്ചറാണ്. അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് കിടക്കാം. ട്രെയിൻ 2 പോയിട്ട് വേണം അപ്പുറത്ത് കിടക്കാൻ. ഇപ്പാണ് കുറച്ചും കൂടി ഒറീസ് എത്തും. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഒറീസിൻ്റെ കാഴ്ച കാണാം കേട്ടോ. അങ്ങനെ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തി, സൗത്ത് മെയിൻ റോഡ്. ഇതാ അങ്ങാ കാണുന്ന ഞാൻ ഒറീസ്. ഇനി ഒറീസിന് ഉള്ളോട്ട് നോക്കണ്ടേ? ഇനിയും കുറച്ച് സെക്കൻഡ് നടന്നാൽ ഒറീസിലേക്ക് നമുക്ക് ഉള്ളോട്ട് കാഴ്ചകളെല്ലാം കാണാം. വെൽക്കം ടു ഒറീസ്. ഇതെല്ലാം ഉണ്ട്. ഇതാ ഇത് നോക്കല്ലോ, ഒറീസ് കാണാൻ വന്നവനാണ്. നല്ലൊരു വിശപ്പുണ്ട്, കൂടുതൽ കട്ടിക്കരിയുണ്ട്, വിശപ്പോട്. സ്ത്രീകളെ നോക്കിക്കൂടാ. ഇതാണ് ഒറീസിൻ്റെ ഉള്ളിൽ. ോട്ട് വരുന്നുണ്ട്. ഇതെവിടെ കളമുണ്ട്, കളം മീന്. ഇതാണെന്നെ. ഇതാ കണ്ട തോന്നലുണ്ട്. ഇതാണ് നാ പറഞ്ഞ ഒറീസ്. ഇന്ന് ഉയരാണ്ട് ഒറീസിൽ വന്നതാണ്. ഞാൻ യൂട്യൂബ് ബ്ലോഗറാണ്. എന്തൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടാവല്ലേ? നോക്കുന്നു വേറെ ആവശ്യിക്കാണ്ട്. ഭയങ്കര AC ആണ് ഇവിടെ. അറിയോല്ലേ? ബ്ലോഗറാണ്, യൂട്യൂബർ. അങ്ങനെ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാനില്ല കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്യാനില്ല. ഫുഡ് എന്താണ് ഇല്ലത്? ഫുഡ് എന്താ ഇല്ലത്? പറയുന്ന ഫുഡല്ല. 200 രൂപ ഉണ്ട്. ഫ്രൈഡ് റൈസ് 4 പൊറോട്ട ഉണ്ടോ? പൊറോട്ട കടലക്കറി എത്രയ്ക്കും? എന്നൊക്കെ 4 പൊറോട്ട. പിന്നെ ബാക്കി 140 ഉണ്ടാകും. അൽഫാം കിട്ടിയില്ല. വേഗം നോക്കാനില്ല. ഇന്ന് ഉയരായിട്ടാണ് ആഘോഷിക്കാൻ വന്നത്. ജനുവരി 1 പിറക്കുന്നേ വീഡിയോ കാണിച്ച് വന്ന് ഞാൻ. 215. 140 ഉണ്ട്. 4 ലോലിപോപ്പിന് എത്രയ്ക്കും? 140. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. 4 പൊറോട്ട അൽഫാം ഓർഡർ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ. वालेकुम सलाम. ഇല്ല, ഇപ്പൊ വരുന്ന അത്ര.
നീ എപ്പോഴും ഓടിച്ചിട്ട് ഫുഡ് നല്ലത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നുണ്ടെന്ന് തോന്നുന്നു. ചില അവിടെ ഇരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതാ ഇവിടെ വന്നത്. ഇവിടെയാണെന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്നത് മാത്രം ജോയിൻ ചെയ്യുന്നതാണ്. 8 അവർ ജോയിൻ ചെയ്യുന്നത്. എന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഫുഡ് എപ്പോൾ വരുമെന്ന് അറിയില്ല. 4 പൊറോട്ട നേരത്തെ ഓർഡർ ചെയ്ത് വെച്ച് ഇവിടെ ഫുഡ്. പിന്നെ എപ്പോൾ കിട്ടും. നല്ലൊരു വിശപ്പോടാണ് ഇവിടെ ഉള്ളത്. എന്താക്കുന്നത് ഓർഡർ അങ്ങനെ ഫുഡ് വന്ന് നിൽക്കുന്നു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തത് ഓർഡർ ആക്കിയത് 4 പൊറോട്ടയാണ്. 4 പൊറോട്ട അൽഫാം. ഒരു അൽഫാം 4 പൊറോട്ടയും ഒരു മൈനസ് ഉണ്ട്. കൂടാതെ മൈനസ് ഉണ്ട്. ഒരു ക്യാബേജും ഉണ്ടല്ലോ ഇതാ. പിന്നെ ഇതാ ഈ തണം ബീട്രൂട്ട് ചീരയുണ്ട്. 4 പൊറോട്ടയും അൽഫാമും എന്നാണ് ഇവിടെ ഓർഡർ ചെയ്തതാണ്. ഇനി നമുക്കിത് കഴിക്കാം ആഘോഷത്തോടെ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. നല്ല വിശപ്പാണ്. ഉച്ചക്ക് ചോറ് വെച്ചിട്ടാണ്. ഇന്ന് ഈ ആപ്പിൽ 2025 ആദ്യത്തെ വീഡിയോസാണ് ഇവിടെ എടുക്കാൻ നോക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ 2025. ഹാപ്പി ന്യൂ ഇയർ 2025. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ കൈ കഴിച്ച് പിരിയാൻ പോകുന്ന ഓറീസിൽ പിരിയുന്നത്. വീടൊന്നും മടങ്ങുന്നതാണ്. ഇനി മുമ്പ് ചാൻസ് കിട്ടിയാലേ വരും. മാർച്ച് 2 ബർത്ത്ഡേക്ക് വരുന്നത്. ബ്ലോഗ് ശരി. ഇവിടെ ഫുള്ളും കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പിരിയാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ പിരിയാട്ടാ ഇടുന്നത്. ബൈ ബൈ. പിന്നെ എപ്പം കാണാം. നിങ്ങളറിയാലേ മംഗളാറല്ലേ. അല്ല അപ്പൊ പിരിയട്ടാ. ബൈ 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 ബൈ. ഓക്കെ ആ ഓക്കെ. ഞാൻ പിരിയുന്നപ്പാ. ബൈ. ഓക്കെ ഓക്കെ. എടുക്കുന്ന കൈ മാത്രം. ഓക്കെ ബൈ. വീണ്ടും വരുന്ന. അപ്പൊ ഓക്കെ. അടുത്ത വീഡിയോയുമായി കാണുന്ന അതോട് ബൈ ബൈ. യൂട്യൂബ് കാണിക്കാനും ഇപ്പൊ സമയമില്ല. ഞാൻ ഇന്ന് ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ ബൈ. യൂട്യൂബ് കാണിച്ച വീഡിയോ നോക്കിട്ട്
നെറ്റില്ല ഇനി എന്ത് എന്തെങ്കിലും കാണിച്ചാൽ മതിയാ. അപ്പൊ ഓക്കെ, ഇതും കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാലേ. ഓക്കെ, വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ എന്താ വെച്ചാൽ യൂട്യൂബ് പോട്ടു MR9 വേൾഡ് MR പേസ് ഇട്ടിട്ട് പിന്നെ 9 ഈ അല്ലടാ പുതിയ പൈസ ഇട്ടില്ല കിട്ടുന്നില്ല. അതാ പൈസ ഇട്ടുന്ന ചാനൽ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ ഓക്കെ, ഈ വീഡിയോ ഇന്നത്തോടെ അവസാനിക്കുന്നു. ഒരുപാടുണ്ട്, 200-ന് അപ്പുറം പോയിന്. പൈസ ഇട്ടുന്ന ആക്കടപ്പൊ നീ അങ്ങനെ ആക്കല് പൈസ ആക്കുന്നു. അപ്പൊ എല്ലാം നോക്കല്ലോ. വായി അടുത്ത ഒരു ദിവസമായിട്ട് വീണ്ടും കാണാം. ഇനി ബർത്ത്ഡേക്ക് ഇവിടെ വരാനുണ്ട്. ബായ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇന്നെടുക്കുന്ന മതിയാക്കും. ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ പിരിഞ്ഞേക്കും. എന്ത് കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ഒറീസിൽ ഇപ്പോൾ 8ാമത്തെ ബസ്സാണ് പോകുന്നത്. 8ാമത്തെ ബസ്സാണ്. ഇവര് ഒറീസിൽ 2 പോയിട്ടാണ് ഈ ഒറീസിൽ പണിയെടുക്കുന്ന ആളാണ് പരിചയപ്പെട്ടത്. 2ാമത്തെ പ്രാവശ്യം പോയിട്ടാകുമ്പോൾ എന്നെ പരിചയപ്പെട്ടു. 8 ബസ്സാണ്. ഇത് 8ാമത്തെ പോക്കാണ് ഒറീസിൽ. 2ാമത്തെ ബസ്സം പോയിട്ട്. പിന്നെ വേറെ കാര്യം, ഇവിടെ എനിക്ക് പരിചയമില്ല ആൾ ആര് വെച്ചെങ്കിൽ ഒരുപാട് ആൾ ഫ്രണ്ടായിന്. പരിചയമില്ല ആൾ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലത്തെ ഒരാളുണ്ട്, മലപ്പുറം ജില്ലത്തെ ഒരാളുണ്ട്, പിന്നെ എൻ്റെ പരിചയമില്ല ആള്, പിന്നെ ബേക്കലത്തെ ഒരാളുണ്ട്. ബേക്കല നമ്മളെ നാടിൻ്റെ കാസർഗോഡ് ജില്ലത്തെ ബേക്കലത്തെ ഒരാളുണ്ട്. പിന്നെ ജമ്മു കാശ്മീരുണ്ട്, ബാംഗ്ലൂരുണ്ട്, മംഗളാവരമുണ്ട്. ജമ്മു കാശ്മീരുണ്ട്. ഇവിടെ മലയാളം പഠിച്ചിട്ട് വന്നു. മലയാളം അറിയാം. ജമ്മു കാശ്മീർത്താറ് എനിക്ക് 2 വയസ്സിന് മൂത്തതാണ്. മലയാളം അറിയാം. പിന്നെ നമ്മളെ നാട്ടിൽ കല്ലുരാവി നാട്ടിക്ക് അതും എനിക്ക് 2 വയസ്സിന് മൂത്താണ്. കല്ലുരാവി നാട്ടിക്കുണ്ട്. ഒരുത്തർ പണിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കോഴിക്കോട് ജില്ലത്തെ ഒരാളുണ്ട്, മലപ്പുറം ജില്ലത്തെ ഒരാളുണ്ട്, ബേക്കലുണ്ട്, ജമ്മു കാശ്മീർ, ബാംഗ്ലൂർ, മംഗളാവരം, കല്ലുരാവി. കുറേ ആൾ ഇരുന്ന് 2ാമത്തെ വരത്തിൽ ഒറീസിൽ പോകുമ്പോൾ പരിചയപ്പെട്ടാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചറിയുന്നതാണ്. എന്നെ കാണുമ്പോൾ മനസ്സിലാകാൻ അറിയുന്നത് ആ ഏലാക്കൊന്ന് സൈക്കാണ്ട് കൊടുക്കുന്നുണ്ട്. ആ മലപ്പുറം കോഴിക്കോടാണ് അധികം നോക്കുന്നത്. മലപ്പുറം ജില്ലത്താളും കോഴിക്കോട് ജില്ലത്താളാണ് അധികം തന്നെ സംസാരിക്കുന്നത്. മലപ്പുറം കോഴിക്കോട്. അപ്പുറത്ത് വീഡിയോ കാണാം. ബൈ.